കൊണ്ട് ഒരാത്മീക നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാത്മീക നേതാവിൻ്റെ ഗുണമാണ് പ്രാർത്ഥന പോരാളിയാകുക. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥനയെ കടമെടുത്തോണം. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഈ പ്രാർത്ഥനയെ കടമെടുക്കണം. എന്തിനാ എടുക്കുന്നത്? അദ്ദേഹം പറഞ്ഞു കേട്ടോ, നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും, ആരാ? കൊലോസിയിലെ സഭ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണം. മനസ്സിലാകുന്നുണ്ടോ? ഇനി 2, നിങ്ങൾ തികഞ്ഞു വരണം. ആരിലാ തികഞ്ഞു വരേണ്ടത്? സഭയിൽ തികഞ്ഞു വരാനാണോ? സഭയിൽ പ്രാർത്ഥനാ മനുഷ്യനാണെന്നോ പ്രവാചകനാണെന്നോ തെളിയിക്കാനാണോ? അല്ല. എന്താ? ക്രിസ്തുവേശു എന്ന തലയോളം നിങ്ങൾ തികഞ്ഞു വരണം. കണ്ടോ, ഈ ആഗ്രഹത്തിന്റെ അകത്താണ് ഒരു ആത്മീകന്റെ കാഴ്ച. ആത്മീകനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹം ശുശ്രൂഷകനാണെന്ന് തെളിയിക്കാൻ പറ്റും. അദ്ദേഹം പ്രാർത്ഥിക്കുക, അദ്ദേഹം പോരാ. അപ്പം നിസ്സാര വെല്ലുവിളിയല്ല, ഒരു യഥാർത്ഥ ശുശ്രൂഷകനാണ് വെല്ലുവിളി ഉണ്ടാകുന്നത്. ഇവിടെ എപ്പഫ്രാസ് എന്താ ഈ ലേഖനം എഴുതാനുള്ള കാര്യം? എപ്പഫ്രാസ് അല്ല, പൗലോസാണ് ലേഖനം എഴുതിയത്. പക്ഷേ ഈ ലേഖനം എഴുതാതിന്റെ പിൻപിൽ വളരെ കഠിനാധ്വാനം ചെയ്ത മനുഷ്യനാണ് എപ്പഫ്രാസ്. എന്താ കാര്യം? താൻ അധ്വാനിക്കുന്ന സഭയ്ക്കകത്ത്, കൊലോസിയ സഭയ്ക്കകത്ത്, കൊലോസിയിൽ ദുരുപദേശത്തിന്റെ ഒരു കൂട്ട്, ഒരു മേഘ പടലം സഭയ്ക്കകത്ത് കയറി വന്നു. ഇന്ന് പെന്തക്കോസ്ത് ഗോളത്തിന് എന്ത് സംഭവിക്കുന്നു? അതിനേക്കാൾ ഭീമകരമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിനോട് സമാനമായി നിൽക്കുന്ന വെല്ലുവിളികൾ ദുരുപദേശത്തിനെതിരെ. കാര്യം കൊലോസിൽ ഏറ്റവും അധികം ജ്യൂസ് ആയിരുന്നു. ജ്യൂസ് വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് ചോദ്യങ്ങൾ അനവധിയായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ? ഒറ്റ ചോദ്യം ഞാൻ പറയാം. എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? കർമ്മമില്ല, ആചാരമില്ല, വിശ്വാസം, മറ്റ് ഒന്നുമില്ലാതെ ഹൗ ക്യാൻ എ മാൻ ഗെറ്റ് എ സാൽവേഷൻ? ഒരു മനുഷ്യൻ എങ്ങനെയാണ് രക്ഷ കിട്ടുക? ഒറ്റ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമാണ് പൗലോസ് അടുക്കടുക്കായി അങ്ങോട്ട് എഴുതി അങ്ങോട്ട് തെളിയിച്ചു കൊടുക്കുക. അതിൽ ഒന്നാമത് കൊലോസ് ലേഖനത്തിന് 1-ാം വാക്യത്തിൽ തലയായ ക്രിസ്തുവിനെ അങ്ങ് പരിചയപ്പെടുത്തി. ആരാണെന്നറിയാമവൻ? അവനെ കുറിച്ച് അറിയണമെങ്കിൽ 15-ഉം 16-ഉം വാക്യങ്ങൾ വായിച്ചു നോക്കണം. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവൻ, വാഴ്ചകളെയും അധികാരികളെയും സൃഷ്ടിച്ചവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവസഭയെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞ വാക്ക്? അവൻ പാതാള ഗോപുരങ്ങൾ എന്തിനെ ജയിക്കില്ല? സഭയെ ജയിക്കില്ല. അപ്പോൾ എന്താ ജയിക്കില്ല പറഞ്ഞ അർത്ഥം അറിയാവോ? ഇതാ അതിന്റെ കാര്യം. സകലത്തിന്റെയും നിയന്ത്രിതാവ്, സകലത്തിന്റെയും സൃഷ്ടിതാവ്, സകലത്തിന്റെയും ചലനത്തെ നിയന്ത്രിക്കും ദൈവം ഒരുവൻ മാത്രമാ. പൈശാചിക മണ്ഡലങ്ങൾ എത്രമേൽ പദ്ധതികൾ ഒഴിവാക്കിയാലും ഒരു ഭക്തനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു ഭക്തന്റെ കുടുംബത്തെ അപകരിക്കാൻ പറ്റത്തില്ല. ഒരു ഭക്തനെ അപകരിച്ച് നശിപ്പിച്ച് ദേശത്ത് നിന്ദിക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവമാണ് നിയന്ത്രിതാവെന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ കൊലോസ്യ സഭയ്ക്കകത്ത് ദുരുപദേശം കയറി വന്നപ്പോൾ എപ്പഫ്രാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഭാരപ്പെട്ടു. അയ്യോ, എൻ്റെ സഭ, എൻ്റെ സഭയിലെ കുടുംബങ്ങൾ, ദൈവം ഏൽപ്പിച്ച വ്യക്തി ജീവിതങ്ങൾ, ആത്മഭാരം എവിടെയുണ്ടോ അവിടെ സഭ വളരും. അവിടെ സഭയെ മുടിപ്പിക്കാൻ ദേശത്തിൻ്റെ അധിപതികളും ദുരുപദേശത്തിൻ്റെ ശക്തികളും എണീറ്റെന്ന് വരാം. പക്ഷേ ആത്മഭാരം ഉള്ളവൻ്റെ കാഴ്ചപ്പാടിനെ തകർത്തു കളയാൻ പിശാചിന് പറ്റത്തില്ല. അവൻ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയെ മുടിപ്പിക്കാൻ പിശാചിന് പറ്റത്തില്ല. അവൻ അതിൻ്റെ മേൽ ജയിക്കാൻ പിശാചിന് ഒരിക്കലും കഴിയില്ല. കാര്യം ഒരാത്മാവിന്റെ വില ആമേൻ മുഴുലോകത്തെക്കാളും വലിയതാകൊണ്ട്, അത് ദൈവത്തിനും ജനത്തിനും അറിയാവുന്നത് കൊണ്ട് അവൻ ദർശനത്തിൽ നിൽക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ പ്രാർത്ഥന ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയാണെങ്കിൽ, നിങ്ങൾ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയാണെങ്കിൽ, അതിനെ തച്ചുടയ്ക്കാൻ ദേശത്തിലെ ഒരു കൊടുകുത്തിയ അവൻ മന്ത്രവാദികൾക്കും ഒരു ആഭിചാരദോഷകനും കഴിയില്ല എന്നുള്ള വസ്തുതയെ വചനപ്രകാരം ഞാൻ ഉറപ്പിച്ചു പറയാം. യെസ്. ഈ കൊലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് കൊലോസ് ലേഖനത്തെ വിശിഷ്ടമായ രീതിയിൽ ഒരു പേര് കിടപ്പുണ്ട്, പ്രിസൺ എപ്പിസ്റ്റൽ, കാരാഗ്രഹ ലേഖനം എന്ന കൊലോസ് ലേഖനത്തെ. കൊലോസ് ലേഖനം മാത്രമല്ല, 4 ലേഖനങ്ങളാണ്. 1 കൊലോസ് ലേഖനം, ഫിലേമോന്റെ ലേഖനം, ഫിലിപ്പിയ ലേഖനം, പിന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം. ഈ 4 ലേഖനങ്ങൾ മറ്റ് എല്ലാ ലേഖനങ്ങളെക്കാളും ഈടുറ്റ ലേഖനങ്ങളാണ്. എന്താ പ്രത്യേകത? 1 കൊലോസ് ലേഖനം രാജാവിനെ കുറിച്ച് പറയുന്നു. എഫേസ്യ ലേഖനം രാജാവിന്റെ മണവാട്ടിയെ കുറിച്ച് പറയുന്നു. ഇനിയും ഫിലിപ്പിയ ലേഖനമോ മണവാട്ടിയെ കാന്തം പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പിൻ. നിനക്ക് കഷ്ടമില്ല എന്നല്ല കാന്തം പറയുന്നത്, നിനക്ക് വേദനയില്ല എന്നല്ല കാന്തം പറയുന്നത്. കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പൗലോസ് പറയുകയാ, കഷ്ടതകൾ നിന്റെ മുമ്പിൽ കാർന്നു തിന്നുമാർ എണീറ്റു നിന്നാലും, വലിയ മലകൾക്ക് സമാനമായി നിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചാലും, സഭയെ നിനക്ക് കഷ്ടതയെ ഇല്ലെന്നല്ല, ക്രിസ്തുവിൽ സന്തോഷിക്കാം.
ഇനിയും ഫിലേമോൻ്റെ ലേഖനമോ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ ദയ, ക്രിസ്തുവിൻ്റെ കരുണ. നീ എത്ര തള്ളപ്പെട്ടവനാണേലും, നിന്നെ ഏത് കാരാഗ്രഹത്തിൽ അടച്ചാലും ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഇതാ ഫിലേമോൻ്റെ ലേഖനം. അത് ഒറ്റ ചുരുക്കം പറയാം. അതിനെ ഇങ്ങനെ ഇതൊരു ഞാൻ പറയുന്നത് അതിൻ്റെ പോയിന്റുകൾ മാത്രമേ ഇറങ്ങി പറയുകയാണെങ്കിൽ, ഒനേസിമോസ് എന്ന് പറയുന്ന അടിമ എന്തുവായി? ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. കാരാഗ്രഹത്തിൽ വെച്ച് ഫിലേമോന് പൗലോസ് ലേഖനം എഴുതി പറയുകയാണ്, ഇവൻ നിന്റെ കയ്യിൽ നിന്ന് വല്ലതും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്കെന്തെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അവന് പകരം ഞാൻ തന്നുകൊള്ളാം. ഒരാത്മാവിനെ നഷ്ടപ്പെടാൻ വില കൊടുക്കുന്നത് കണ്ടോ? ഓ ജീസസ്, ഇന്ന് രാത്രി ആമേൻ പറയാവോ? ആമേൻ. കാശ് ഉണ്ടാക്കുന്നതല്ല കാര്യം. ആമേൻ. കാറ് വാങ്ങിച്ച് 2 നില വീട് വെച്ച് ജീവിക്കുന്നതല്ല കാര്യം. നല്ല ആത്മിക പക്വതയിൽ ജീവിക്കുന്നതിലാ കാര്യം. പൗലോസ് തെളിയിച്ചു കൊടുത്തു. പൗലോസ് എന്താ പറയുന്നറിയോ? ഒന്ന് വായിക്കാവോ ഫിലേമോന്റെ ലേഖനം, അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഫിലേമോന്റെ ലേഖനം 11-ാമത്തെ വാക്യം. എൻ്റെ വിഷയം അതല്ല, എങ്കിലും ഇതൊന്നും പറയാതെ പോകാൻ പറ്റത്തില്ലല്ലോ. ഫിലേമോന്റെ ലേഖനം 11-ാമത്തെ വാക്യം. പൗലോസ് പറഞ്ഞു കേട്ടോ, ഫിലേമോന് ലേഖനം എഴുതിയിട്ട് ഫിലേമോനോട് പറയുക, ഫിലേമോനെ, ഇവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു. എന്താ കാര്യം? നിന്റെ അടിമയായിരുന്നുള്ള സത്യമാണ്. നിന്റെ പക്കൽ നിന്ന് അപഹരിച്ചുകൊണ്ട് ഓടിപ്പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ മുമ്പേ പ്രയോജനമില്ലാത്തവനെ കാരാഗ്രഹത്തിൽ വെച്ച് മാനസാന്തരം ഉണ്ടായതുകൊണ്ട് അവൻ ഇപ്പോൾ നിനക്ക് പ്രയോജനമുള്ളവനായി. എന്താ കാര്യം? അവൻ ക്രിസ്തു സഹിതനായി, ക്രിസ്തു വസിക്കുന്ന ഒരാത്മീക മനുഷ്യനായി ദൈവം അവനെ മാറ്റി. സഭ ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കാര്യം ഫിലേമോന്റെ വീട് ഏതാണെന്നറിയാവോ? ആത്മീയ ആരാധന നടക്കുന്ന വീട്. അതിൻ്റെ 1-ാം വാക്യം വായിച്ചേ. 1-ാം വാക്യം. കണ്ടോ, ഫിലേമോന്റെ വീട്ടിൽ സഭയുണ്ടായിരുന്നു. അപ്പൊ സഭയുള്ള അന്തരീക്ഷത്തിൽ വളർന്നവനാര്? ഒനേസിമോസ്. അവിടെ വെച്ച് മാനസാന്തരം ഉണ്ടായില്ല. പക്ഷെ അഭിഷക്ത ഗണത്തിൽപ്പെട്ട അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെട്ടവന്റെ അടുക്കൽ ചെന്നപ്പോൾ ശരിയായ മാനസാന്തരം ഉണ്ടായി എന്ന് മാത്രമല്ല, അവനെ നിലനിർത്തേണ്ടതിന് പൗലോസ് വിലയും കൂടെ കൊടുത്തു. സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷന്മാർ നേരെ തിരിച്ചാ അല്ലേ പക്ഷേ? ഞങ്ങൾക്കുണ്ടാകട്ടെ. തിരിച്ച് ഞാൻ പറയാം, സഭയ്ക്കകത്ത് ആത്മാക്കൾ ഉണ്ടാകണോ? ആത്മീക വർധന ഉണ്ടാകണോ? ദൈവദാസൻ സഭയ്ക്കകത്തെ ആത്മാക്കളുടെ അവസ്ഥ അറിഞ്ഞിരിക്കണം. കൊടുക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് തിരിച്ചും കൂടെ കൊടുക്കണം. ഇങ്ങോട്ട് വാങ്ങിക്കാൻ മാത്രമാണോ പറഞ്ഞേക്കുന്നത്? അല്ല, എഫക്റ്റായിട്ട് പറഞ്ഞ് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് പാസ്റ്റർമാർ വാങ്ങിക്കുന്നു, കൊടുപ്പില്ല. സ്തോത്രം. ആമീൻ. കൊടുക്കണം. ആർക്ക് വേണ്ടിയാ? സഭയിലെ ഒരുവൻ. ഞാൻ പറയാം, ഈ അനിഷ്കാവലം പാസ്റ്റർ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കലും ഒരിക്കലും ഒരു കാര്യം പറഞ്ഞു. പാസ്റ്റർ എടുത്ത് മീറ്റിങ്ങിന് ചെന്നപ്പം ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ സഭയ്ക്ക് സ്ഥലമില്ല, പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങേപ്പുറത്തിരുന്ന പുള്ളി പറഞ്ഞു, പക്ഷേ ഈ പുള്ളിക്ക് എത്ര ഏക്കറുണ്ട്? 2-3 ഏക്കറുള്ള മനുഷ്യനാണ്. ആ മനുഷ്യനാണ് സഭയ്ക്ക് സ്ഥലമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നയാൾക്കോ അതിൽ കൂടുതൽ ഏക്കറുള്ള മനുഷ്യനാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അറിയാം, ചെയ്യാൻ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് വചന വെളിപ്പാടിൽ ഒരു കാര്യം പറയാം, ഒരിക്കലും വളരില്ല. വളരണോ? ആത്മീയ പക്വതയ്ക്കകത്ത് ചെയ്തും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും നിന്നാൽ ദേശത്ത് ഒരു നന്മയുടെ മരമെന്ന് മാത്രമുള്ള പേരല്ല. അവിടെ പോയാൽ നമുക്ക് വേണ്ടി കരം കോർത്തിരുന്ന് പ്രാർത്ഥിക്കാനും കണ്ണീര് തുടയ്ക്കുവാനും ഒരു അഭിഷക്ത ഗണമുണ്ടെന്നുള്ള പേരും കൂടെ കിട്ടും. സ്തോത്രം. ഹല്ലേലൂയ. പോട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ലേഖനത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയത്. അപ്പോൾ എപ്പപ്രാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഏതാണ്ട് ഒരു 30 മൈലോളം നടന്ന് റോമിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിൻ്റെ അടുക്കൽ ചെന്നിട്ട് പൗലോസിന് പറഞ്ഞു, പൗലോസേ, അങ്ങയുടെ ദാസന ഞാൻ. പൗലോസിൻ്റെ ശിഷ്യനാണ് എപ്പപ്രാസ്. ഈ എപ്പപ്രാസ് പറയുകയാ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭ, കൊലോസ്യ സഭ, ചില പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുക. ദുരുപദേശത്തിൻ്റെ മണ്ഡലം, ദുരുപദേശത്തിൻ്റെ വെല്ലുവിളി സഭയ്ക്കകത്ത് ഇടിച്ചു കയറിയിരിക്കുക. ഇതിനെ തകർക്കാൻ, ഇതിനെ ജയിക്കാൻ എന്താ വഴി? അതിനുള്ള മറുപടിയാണ് കൊലോസ്യ ലേഖനം. ശ്രദ്ധിക്കണം, 1-2 അധ്യായങ്ങൾ ആത്മീയ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുക. ഹൗ ടു ലീവ് ഇൻ ദ ചർച്ച്, ഹൗ ടു വാക്ക് ഇൻ ദ ചർച്ച്. എങ്ങനെയാണ് സഭയിൽ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് സഭയിൽ നടക്കേണ്ടത്.
ഇനിയും 3-4 വാക്യങ്ങളോ പ്രാക്ടിക്കൽ വശമാണ്. ഞാനിപ്പോൾ പറഞ്ഞ പ്രാക്ടിക്കൽ വശം. ആത്മികനാണെങ്കിൽ ജഡത്തെ മരിപ്പിച്ചേ ജീവിക്കാവൂ. മരിപ്പിക്കുന്നില്ല എങ്കിൽ ഉപയോഗിക്കപ്പെടത്തില്ല, ഒരിക്കലും ഉപയോഗിക്കപ്പെടത്തില്ല. സ്തോത്രം. പോട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പോട്ടെ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എപ്പഫ്രാസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുക, ഇദ്ദേഹം പ്രാർത്ഥനയിൽ പോരാടുകയാണ്. എന്താണ് പ്രാർത്ഥനയിൽ പോരാടുന്നത്? ഒന്ന്, നിങ്ങൾ തികഞ്ഞു വരേണ്ടതിന്. സ്തോത്രം. ആർക്കാ തികവ് ആവശ്യമില്ലാത്തത്? എല്ലാവർക്കും തികവ് ആവശ്യമുള്ളവരാ. സ്തോത്രം. പക്ഷെ തികവിന് ചില പ്രത്യേകതകളുണ്ട്, ഞാൻ പറഞ്ഞു വരാം. 2, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരാകണം. സ്തോത്രം. അപ്പോൾ തികവുണ്ടെങ്കിലേ ദൈവഹിതത്തിൽ പൂർണ്ണ നിശ്ചയം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ തികവ് എങ്ങനെ ഉണ്ടാകുക? നമുക്ക് നോക്കാം. എന്താ തികവ്? ഒത്തിരി തികവുകൾ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ ദിവസം സമയം പറഞ്ഞില്ല, എത്ര തികവുകൾ എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. എങ്കിലും വേദപുസ്തകം അക്ഷരികമായി അല്ലെങ്കിൽ ആധികാരികമായി പ്രഖ്യാപിക്കുന്ന ഒരു വിഷയമുണ്ട്, അനുസരണത്തിൽ തികഞ്ഞു വരിക. സ്തോത്രം. അത് വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്, വേദപുസ്തകത്തിലെ ആധികാരികമായ വിഷയം. വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി അതിലാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും. അനുസരണക്കേട് സംഭവിച്ചുകൊണ്ടാണ് വേദപുസ്തകം എഴുതപ്പെടേണ്ടി വന്നത്. അനുസരണക്കേട് സംഭവിച്ചുകൊണ്ടാണ് ഈ ലോകത്തിലെ മനുഷ്യന് നിയമസംഹിതകൾ വേദപുസ്തകത്തിനകത്തു നിന്ന് ലഭ്യമാകേണ്ടി വരും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അടുക്കടുക്കായി പറയേണ്ടി വരും. പോട്ടെ, നമുക്കൊന്ന് വായിക്കാമല്ലോ. വായിച്ചേ. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 6-ാം വാക്യം. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ കോണ്ടസ്റ്റ് പറയുന്നില്ല, പശ്ചാത്തലം, ഓരോ വാക്യങ്ങൾക്കും പശ്ചാത്തലമുണ്ട് വേദപുസ്തകത്തിൽ. ഞാൻ ഒറ്റ വാക്കിലൊന്ന് പറയാം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം പൗലോസ് സഭയെ തല്ലുകയായിരുന്നു. എങ്ങനെ തല്ലുന്നറിയോ? സഭയ്ക്കകത്തുണ്ടായ അനുസരണക്കേട് നിമിത്തം. എന്താ? ഡിവിഷൻ, ഭിന്നത, പിണക്കം, ജാരശങ്ക, ദുർനടപ്പ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം മുതൽ ഇങ്ങനെ പരാമർശിച്ച് വരികയാണ്. അതിനെ വാക്കുകൾ കൊണ്ട് പൗലോസ് തല്ലിയ അനന്തരം 2-ാം അധ്യായത്തിൽ പൗലോസ് ഒരപ്പനാണല്ലോ. പൗലോസിനെ നമ്മൾ വേദപുസ്തകത്തിന് എടുത്തു പറയണം. പൗലോസ് അധ്വാനിച്ച് നടത്തിയ, പുലർത്തിയ, വളർത്തിയ ഒരു സഭ ഏതെന്ന് ചോദിച്ചാൽ കൊരിന്തിലെ സഭയാണ്. കാര്യം അത്രയ്ക്ക് അധപതിച്ച പട്ടണത്തെയാണ് പൗലോസ് ഈ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അത് വേറെ ചരിത്രമാണ്. പോട്ടെ. അപ്പോൾ ഇങ്ങനെ ഇവരെ തല്ലിക്കഴിഞ്ഞിട്ട് പൗലോസ് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുകയാ, നിങ്ങളെ ഞാൻ തല്ലിയത് ഞാനൊരു അപ്പനാകുന്നതുകൊണ്ടാണ്. എബ്രായ ലേഖനം പഠിക്കണം. എബ്രായ ലേഖനത്തിൽ ഒരു പദമുണ്ട്, അപ്പം തല്ലുന്നില്ല എങ്കിൽ എന്താ? മകന് ദോഷം വരും. പക്ഷേ തിരിച്ച് നിങ്ങൾ ചിന്തിച്ചേ, പിതാവായ ദൈവം നമ്മളെ തല്ലണമെന്ന് ചോദിച്ചാൽ തെറ്റുള്ളിടത്തോളം കാലം ദൈവം തല്ലാൻ അനുവദിക്കത്തന്നെയണം. ഇല്ല എങ്കിൽ എബ്രായ ലേഖന കർത്താവ് പറയുന്ന പദമുണ്ട്. എന്താ പറയുന്നറിയാവോ? അവൻ കൗലിടയനായിരിക്കും എന്നാണ് പറയുന്നത്. സ്വതന്ത്രം. ഇംഗ്ലീഷിൽ നല്ല പദമാണ് KJV ബൈബിൾ കൊടുത്തേക്കുന്നത്. കൗലിട എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്നറിയാം. അതിനകത്ത് ഞാൻ ഇനിയും പറയുന്നില്ല. അപ്പനില്ല എന്നാണ് പൗലോസ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. സ്വതന്ത്രം. അപ്പോൾ തല്ല് കിട്ടിയെങ്കിൽ മാത്രമേ മകന് ജീവിക്കാൻ പറ്റൂ, മകൻ വളരൂ, മകൻ അനുഗ്രഹിതനാകൂ, അവൻ ഗുണമുള്ളവനാകൂ. മകനെ ശാസിക്കാതെ പോയാൽ അപ്പൻ വലിയ വില കൊടുക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രസംഗ വിഷയത്തിനകത്ത് ആ ഒരു ഭാഗം വരുന്നതുകൊണ്ട് ഞാൻ അതിനെ എടുത്തു പറയുക തന്നെ ചെയ്യും. പോട്ടെ. അപ്പോൾ ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് പൗലോസ് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 3-ാം വാക്യം ഞങ്ങൾ വായിച്ചത്. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ. ഏത് അനുസരണമാ? പഴയ നിങ്ങൾ നടന്ന ദുർനടപ്പ്, നിങ്ങളുടെ ജാരശങ്ക, പിണക്കം, ഇതിനെയെല്ലാം മാറ്റി അനുസരണത്തിലേക്ക് നിങ്ങൾ തികഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? എല്ലാ അനുസരണക്കേടുകൾക്കും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നത്. അത് വലിയൊരു ഇന്റർപ്രിട്ടേഷൻ തരുടെ വാക്യമാണ്. പോട്ടെ. അപ്പം ഞാൻ പറയുകയാണ്, ആരെയാണ് അനുസരിക്കേണ്ടത്? ആരെയൊക്കെയാണ് വേദപുസ്തക പ്രകാരം അനുസരിക്കേണ്ടത്? ചിന്തിച്ചേ. ആദ്യത്തെ പടി ആരെയായിരിക്കണം നമ്മൾ അനുസരിക്കേണ്ടത്? ദൈവമക്കൾ എന്ന പദവിക്കകത്ത് നിൽക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അനുസരിക്കേണ്ടത് ദൈവത്തെ ആയിരിക്കണം, അല്ലേ? ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ എന്തെല്ലാം ദോഷം വരും, അനുസരിച്ചാൽ എന്തെല്ലാം ഗുണം വരും. അതാണ് ആദ്യത്തെ തികവ്. ഇന്ന് രാത്രി അത് മാത്രം ഞാൻ പറഞ്ഞു നിർത്താം. ഒന്ന്, ദൈവത്തെ അനുസരിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ അത് ഏത് യാഗത്തെക്കാളും ശ്രേഷ്ഠമേറിയ യാഗമെന്ന് ഷൗമേൽ പഠിപ്പിക്കുന്നു, അല്ലേ?
അനുസരിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. സ്തോത്രം. വചനം അറിയുന്നവരുടെ സന്തോഷം കർത്താവിൽ. അപ്പോൾ ഒരു യാഗത്തെക്കാളും, പാസ്റ്റർക്ക് എല്ലാ മാസം കൊടുക്കുന്നതിനെക്കാട്ടും ദശാംശം കൂടുതൽ കൊടുത്താലും കുറച്ച് കൊടുത്താലും ദോഷം വരുമോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ദോഷം വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ, ദൈവത്തിൻ്റെ നിയമം വിട്ട് വ്യവസ്ഥ വിട്ട് പുറത്തു പോയാൽ, ആമേൻ, അതിനകത്ത് കിട്ടുന്ന അടി ഒരു ദൈവസഭയ്ക്ക്, ദൈവസഭ എന്ന വ്യക്തിക്ക് അത് വേദനാകരമായി തീരുമെന്ന് ഒരു സംശയവുമില്ല. തെളിയിക്കാമല്ലോ. ഒന്ന്, ഏദൻ തോട്ടത്തിലേക്ക് നോക്കണം. ദൈവം നല്ല ഭംഗിയിൽ എല്ലാം സൃഷ്ടിച്ചതിന് അനന്തരം മനുഷ്യനോട് പറഞ്ഞു, അനുസരിച്ചാൽ മാത്രം മതി. സ്തോത്രം. കണ്ടോ, സിമ്പിൾ കാര്യമാണ്. ദൈവം ഇവിടെ ഇരിക്കുന്ന ഒരു ദൂത് പറയാം, നിങ്ങളുടെ തടസ്സങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും മാറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, obey to the Lord. ദൈവത്തെ അനുസരിച്ചാൽ എത്ര വലിയ പൈശാചികനും വെല്ലുവിളികളും നിന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് വെല്ലുവിളിച്ചെന്ന് പറഞ്ഞാലും അനുസരിക്കുന്നവന്റെ മുൻപിൽ അവൻ ഒരു മണ്ഡലങ്ങൾക്കും വാതി കെട്ടി നിൽക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം നോക്കുന്നു നീതിമാനെയാണ്. തെളിയിക്കണോ? സൊദോമും ഗൊമോറയിലേക്ക് നശിപ്പിക്കാൻ വേണ്ടി ദൂതന്മാർ പോകുമ്പോൾ അബ്രഹാം കയറുന്ന ഒറ്റ ചോദ്യം, ദൈവമേ, ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ നശിപ്പിക്കാതിരിക്കുമോ? കണ്ടോ, നീതിയുടെ ഭാഗമാണ് അനുസരണം. അനുസരിക്കാൻ തയ്യാറായാൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഒരു സംഹാരകനും കയറില്ല. സ്തോത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭാഗമുണ്ട്. ഈ ഭാഗം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു രീതിയിലും വിശ്വാസത്തിൽ വരാൻ സാധ്യതയില്ല. പാഗൻ കൾച്ചറിൽ വളർന്ന, ട്രൈബിൽ വളർന്ന സ്ത്രീയായ, വേശ്യ സ്ത്രീയായ, നമ്മുടെ ജഡ്ജിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്ന വേശ്യ സ്ത്രീ ഉണ്ടല്ലോ, ഞാൻ പേര് വിട്ടുപോയി, രാഹാബ് എന്ന് പറഞ്ഞ സ്ത്രീയെ നിങ്ങൾ ഒറ്റ വാക്ക് നോക്കിയേ. ഇത് പ്രിപ്പറേഷൻ ഉണ്ട്. ഇത് വന്നതിനകത്ത് ഓർമ്മയിൽ വരുന്ന സാധനത്തെ അങ്ങ് തരുക. സ്തോത്രം. എൻ്റെ പ്രിപ്പറേഷൻ എൻ്റെ കയ്യിൽ അടുക്കടുക്ക ഇത് ഇങ്ങനെ ഇരിപ്പുണ്ട്. സ്തോത്രം. അതിലേക്ക് നോക്കാൻ ദൈവാത്മാവിനെ അനുവദിക്കുന്നില്ല. ദൈവാത്മാവിനെ ഇങ്ങനെ കൊണ്ടുപോവുക. സ്തോത്രം. അപ്പോൾ എന്താ ദെബോറയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്, രാഹാബിന് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്? ജസ്റ്റ് ഒബേ ടു ദ ലോ. എന്തായിരുന്നു ലോ? രാഹാബേ, എങ്ങനെയാ നിനക്ക് രക്ഷ കിട്ടിയേ? രാഹാബ് പറയും, അല്ലയോ യജമാനനെ, എന്നോട് അടുക്കൽ വന്ന ദൂതന്മാർ സ്പൈസ് അവർ ശ്രേഷ്ഠന്മാരാണെന്ന് കണ്ടതുകൊണ്ട് അവരെ ഞാൻ വീട്ടിൽ കയറ്റി. എനിക്കറിയാം നിയമവ്യവസ്ഥ അനുസരിച്ച് എൻ്റെ തല പോകുന്ന വിഷയമാണ്. കണ്ടോ വിശ്വാസത്തിൻ്റെ കരുത്ത് കണ്ടോ? നമ്മളൊക്കെ വിശ്വാസം കൊണ്ട് എത്ര കരുത്താണ് കാണിക്കുന്നത്. രാഹാബ് കാണിച്ച കരുത്ത് ഇല്ലറയല്ല. ജെരീഹോ പട്ടണത്തെക്കുറിച്ച് പഠിക്കണം. കനാനിൽ പല പട്ടണങ്ങളുണ്ടെങ്കിലും അതിൽ ശ്രേഷ്ഠതയുള്ളൊരു പട്ടണമാണ് ജെരീഹോ പട്ടണം. വേറെ ഏതെങ്കിലും പട്ടണത്തെക്കുറിച്ച് ഇങ്ങനെ മതിൽ പണിതായിട്ട് ഇത് എഴുതിയിട്ടുണ്ടോ? എത്ര അടി വീതിയിലാണ്? 15 ഫീറ്റ്, 15 അടി വീതിയിൽ മതിൽ പണിത ഒരു പട്ടണം. അപ്പം ഫിനാൻഷ്യലി സ്ട്രോങ്, സൈനിക ബലത്തിൽ സ്ട്രോങ്, രാജകീയ ഭരണത്തിൽ സ്ട്രോങ്. ഇത്രയും മേലെ നിൽക്കുന്ന ഒരു പട്ടണത്തിനകത്തൊരു സ്ത്രീ പറയുകയാ, ഈ 2 ഒറ്റുകാരെ കണ്ടിട്ട് പറയുക, നിങ്ങളുടെ ദൈവത്തിന് എൻ്റെ പട്ടണത്തെ നശിപ്പിക്കാൻ കഴിയുമെന്നുള്ള സത്യം എനിക്കറിയാം. ആമേൻ. എൻ്റെ പട്ടണത്തിൻ്റെ ബലത്തെക്കാൾ വലുതാണ് നിങ്ങളുടെ ദൈവം. ഞാൻ അറിയുന്നു. പണ്ട് ചെങ്കടൽ കടക്കാൻ നിങ്ങളുടെ മുമ്പിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ അവൻ മനുഷ്യന് അസാധ്യമായിരുന്ന മേഖലയെ ദൈവം സാധ്യമാക്കി കൊടുത്തത് ഞാൻ അറിഞ്ഞു. ജീസസ്. ചില്ലറ കാര്യമല്ല രാഹാവ് പറഞ്ഞത്. ഇന്നത്തെ പെന്തക്കോസിലെ കുഞ്ഞുങ്ങൾക്കറിയത്തില്ല. രാഹാവ് പാഗൻ സമുദായത്തിൽ, പാഗൻ ട്രൈബിൽ വളരുന്ന വേശ്യാസ്ത്രീ പറയുകയാ, പറഞ്ഞ പദം കേട്ടോ, നിങ്ങളുടെ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമായിരുന്നു, സാധ്യമായൊരു കാര്യമായിരുന്നു ചെങ്കടലിൽ വിഭാഗിച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മെനി ഗോഡ്സ് ഉണ്ട്, മെനി ദൈവ വിശ്വാസങ്ങളും മെനി ദേവതകളും ദേവന്മാരുമുണ്ട്. അവർക്ക് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ദൈവത്തിന് പറ്റും. കണ്ടോ, ഈ കരുത്തുള്ള വിശ്വാസം പ്രഖ്യാപിച്ച രാഹാവ് പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ പിടിച്ചടക്കി നശിപ്പിച്ച് തീയിട്ട് കളയാൻ വരുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും കൂടെ ഒന്ന് രക്ഷിച്ചേക്കണം. ഇനി ഒരു ദൂതും കൂടെ പറയാം. ഒരാൾ മുഖാന്തരം ആ കുടുംബം രക്ഷിക്കപ്പെട്ടു. ഒറ്റയാള്. ഇന്ന് രാത്രി ദൂത് പറയാം, കുടുംബത്തിന് ഒറ്റയ്ക്ക് വിശ്വാസത്തെ വന്നിട്ടുള്ളൂ. നീതിയോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ,
വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, അവൻ കൂടെയുള്ളവർ എത്ര നിങ്ങളെ പഴിച്ചാലും കുറ്റം പറഞ്ഞാലും വിശ്വാസത്തിന്റെ കരുത്ത് ഹൃദയത്തിനകത്തും ആത്മബലത്തിലും ഉണ്ടെങ്കിൽ അവൻ ഏതവനെയും വിശ്വാസത്തിനകത്ത് കൊണ്ടുവരാൻ ദൈവം നിന്റെ കണ്ണുനീരിനെ ആദരിക്കുമെന്നതിന് ഒരു സംശയവുമില്ല. അതിന് തെളിവുണ്ടോ? ഇനിയും തെളിവുണ്ട്. ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇയ്യോബിനോട് നോക്കണം. ഇയ്യോബേ, ആരെക്കുറിച്ചാണ് വേദപുസ്തകം പ്രസ്താവിച്ചിരിക്കുന്നത്? 4 ക്വാളിറ്റി ഇയ്യോബിനെ കുറിച്ച്. നേരുള്ളവൻ, ദോഷം വിട്ടാകുന്നവൻ, പറ, ദൈവഭക്തൻ, നിഷ്കളങ്കൻ. ഇതൊക്കെ പഠിക്കേണ്ട പദങ്ങളാണ് കേട്ടോ. നിഷ്കളങ്കൻ എന്ന പദത്തെ പഠിക്കണം. ഹീബ്രു വേർഡ്സിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം അതിനെ. പോട്ടെ, ഞാൻ പറയുന്നില്ല. ഈ മനുഷ്യന്റെ ഭക്തി അവന്റെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടി. ഇന്ന് രാത്രി ബലം കിട്ടുന്നുണ്ടോ? ഒറ്റയ്ക്ക് വിശ്വാസം നിൽക്കുന്നതുകൊണ്ട് വളരെ കഷ്ടതയാണ് പാസ്റ്ററെ. ഭയങ്കര പാടാ. ഹസ്ബൻഡ് ഒന്നെങ്കിൽ വേറെ തിരിഞ്ഞ്, അല്ലെങ്കിൽ മക്കൾ വേറെ വഴിക്ക്, അല്ലെങ്കിൽ അമ്മായപ്പനും അമ്മായിമ്മയും അല്ലെങ്കിൽ അവരൊക്കെ വേറെ വഴിക്ക്. ഭയങ്കര പോരാട്ടമാ. സാരമില്ല, വിശ്വസ്തയോട് ഒറ്റയ്ക്കാണോ നിൽക്കുന്നത്? നിന്റെ കണ്ണുനീര് ആമേൻ ആ ദേശത്ത് വീണിട്ടുണ്ടെങ്കിൽ, ആ ഭവനത്തിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ, ആ കണ്ണുനീരിനെ ആദരിക്കുമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാകൊണ്ട്, അവൻ നീതിമാനാകൊണ്ട് അവൻ ആദരിക്കുമെന്ന് പറയുന്നതിൽ എനിക്കൊരു ലജ്ജയുമില്ല. ജീസസ്. യോബിനോട് ചോദിക്കണം, യോബിന്റെ ഭാര്യയുടെ പദം എന്തായിരുന്നു പാസ്റ്ററെ? അല്ലേ? അവിടെ അറിയാം അവിടെ വിശ്വാസം. പോയി ചാക മനുഷ്യ. നിനക്ക് ഇത്രയും കഷ്ടതകളും ദുരിതങ്ങളും വന്നിട്ട് വിശ്വാസം ഇപ്പോഴും മുറുകെ പിടിച്ചോണ്ടിരിക്കുന്ന മനുഷ്യ, പോയി ചാക്. അപ്പം മനസ്സിലായില്ലേ എന്തോ ഭക്തിയായിരുന്നുവെന്ന് ഭാര്യയുടെ. സ്തോത്രം. വിഷമം പറയാൻ പറ്റത്തില്ല. കാര്യം മക്കൾ പട്ടുപോയി, ഉണ്ടായിരുന്ന സമ്പത്തും പട്ടുപോയി. ആരാ പിന്നെ അങ്ങനെ പറയാതിരിക്കുന്നത്? അതാണ് വിശ്വാസത്തിൻ്റെ പക്വത, അറിഞ്ഞ സത്യത്തിൻ്റെ പക്വത, ഉറപ്പുള്ള വിശ്വാസം. ഭൂമി എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ലോകത്ത് ഉണ്ടായെന്ന് വന്നാലും എൻ്റെ വിശ്വാസം എന്നെ പഠിപ്പിക്കുന്നു, ഹി ഈസ് ദ ഓൺലി ഗോഡ്. അവൻ മാത്രമാ ആരാധ്യൻ, അവൻ മാത്രമാ ശ്രേഷ്ഠ ദൈവം. ആമേൻ. അതിനകത്ത് അടിയുറപ്പുണ്ടെങ്കിൽ നമ്മെ കരുതാൻ, പുലർത്താൻ, നടത്താൻ ദൈവം വിശ്വസിക്കും. ഞാൻ 22ാമത്തെ വയസ്സ് വേലക്കിറങ്ങിയ സുവിശേഷ വേലയ്ക്ക്. ഇപ്പോഴും ഞാൻ പറയാം, വീടില്ല, 2 പെങ്ങന്മാരുണ്ടായിരുന്നു. 22ാമത്തെ വയസ്സ് കർത്താവിനെ വിളിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ച ചോദ്യം, കർത്താവേ, റെസ്പോൺസിബിലിറ്റി ഇഷ്ടം പോലെ, അപ്പനെ നോക്കണം, 2 പെങ്ങന്മാരുണ്ട്, എന്താ ചെയ്യണ്ടേ? അന്ന് പ്രാർത്ഥനാ മുറി കയറി നെടുമ്പാട് വീണ് കരയുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഒറ്റ കാര്യമുള്ളൂ, നിന്റെ സകല ഭാരവും എൻ്റെ മേൽ വെച്ചു കൊടുക്കുക. ആകേണ്ടി വരും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അടുക്കടുക്കായി പറയേണ്ടി വരും. പോട്ടെ, നമുക്കൊന്ന് വായിക്കാമല്ലോ. വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 6-ാം വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ കോണ്ടസ്റ്റ് പറയുന്നില്ല, പശ്ചാത്തലം, ഓരോ വാക്യങ്ങൾക്കും പശ്ചാത്തലമുണ്ട് വേദപുസ്തകത്തിൽ. ഞാൻ ഒറ്റ വാക്കിലൊന്ന് പറയാം. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം പൗലോസ് സഭയെ തല്ലുകയായിരുന്നു. എങ്ങനെയാണ് തല്ലുന്നറിയോ? സഭയ്ക്കകത്തുണ്ടായ അനുസരണക്കേട് നിമിത്തം. എന്താ? ഡിവിഷൻ, ഭിന്നത, പിണക്കം, ജാരശങ്ക, ദുർനടപ്പ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം മുതൽ ഇങ്ങനെ പരാമർശിച്ച് വരികയാണ്. അതിനെ വാക്കുകൾ കൊണ്ട് പൗലോസ് തല്ലിയ അനന്തരം 2-ാം അധ്യായത്തിൽ പൗലോസ് ഒരപ്പനാണല്ലോ. പൗലോസിനെ നമ്മൾ വേദപുസ്തകത്തിന് എടുത്തു പറയണം. പൗലോസ് അധ്വാനിച്ച് നടത്തിയ, പുലർത്തിയ, വളർത്തിയ ഒരു സഭ ഏതെന്ന് ചോദിച്ചാൽ കൊരിന്തിലെ സഭയാണ്. കാര്യം അത്രയ്ക്ക് അധപതിച്ച പട്ടണത്തെയാണ് പൗലോസ് ഈ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അത് വേറൊരു ചരിത്രമാണ്. പോട്ടെ. അപ്പോൾ ഇങ്ങനെ ഇവരെ തല്ലിക്കഴിഞ്ഞിട്ട് പൗലോസ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുകയാ, നിങ്ങളെ ഞാൻ തല്ലിയത് ഞാനൊരു അപ്പനാകുന്ന കൊണ്ടാണ്. എബ്രായ ലേഖനം പഠിക്കണം. എബ്രായ ലേഖനത്തിൽ ഒരു പദമുണ്ട്, അപ്പം തല്ലുന്നില്ല എങ്കിൽ എന്താ? മകന് ദോഷം വരും.
പക്ഷേ തിരിച്ച് നിങ്ങൾ ചിന്തിച്ചേ, പിതാവായ ദൈവം നമ്മളെ തല്ലണമെന്ന് ചോദിച്ചാൽ തെറ്റുള്ളിടത്തോളം കാലം ദൈവം തല്ലാൻ അനുവദിക്കത്തന്നെയണം. ഇല്ല എങ്കിൽ എബ്രായ കർത്താവ് പറയുന്ന പദമുണ്ട്. എന്താ പറയുന്നറിയാവോ? അവൻ കൗലിടയനായിരിക്കും എന്നാണ് പറയുന്നത്. സ്വതന്ത്രം. ഇംഗ്ലീഷിൽ നല്ല പദമാണ് KJV ബൈബിൾ കൊടുത്തേക്കുന്നത്. കൗലിട എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്നറിയാം. ഇനി അതിനകത്ത് ഞാൻ ഇനിയും പറയുന്നില്ല. അപ്പനില്ല എന്നാണ് പൗലോസ് എബ്രായ കർത്താവ് പറയുന്നത്. സ്വതന്ത്രം. അപ്പോൾ തല്ല് കിട്ടിയെങ്കിൽ മാത്രമേ മകന് ജീവിക്കാൻ പറ്റൂ, മകൻ വളരൂ, മകൻ അനുഗ്രഹിതനാകൂ, അവൻ ഗുണമുള്ളവനാകൂ. മകനെ ശാസിക്കാതെ പോയാൽ അപ്പൻ വലിയ വില കൊടുക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രസംഗ വിഷയത്തിനകത്ത് ആ ഒരു ഭാഗം വരുന്നതുകൊണ്ട് ഞാൻ അതിനെ എടുത്തു പറയുക തന്നെ ചെയ്യും. പോട്ടെ. അപ്പോൾ ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 3-ാം വാക്യം ഞങ്ങൾ വായിച്ചത്. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, ഏത് അനുസരണമാ? പഴയ നിങ്ങൾ നടന്ന ദുർനടപ്പ്, നിങ്ങളുടെ ജാരശങ്ക, പിണക്കം, ഇതിനെയെല്ലാം മാറ്റി അനുസരണത്തിലേക്ക് നിങ്ങൾ തികഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? എല്ലാ അനുസരണക്കേടുകൾക്കും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നത്. അത് വലിയൊരു ഇന്റർപ്രിട്ടേഷൻ തരുടെ വാക്യമാണ്. പോട്ടെ. അപ്പൊ ഞാൻ പറയുകയാണ്, ആരെയാണ് അനുസരിക്കേണ്ടത്? ആരെയൊക്കെയാണ് വേദപുസ്തക പ്രകാരം അനുസരിക്കേണ്ടത്? ചിന്തിച്ചേ. ആദ്യത്തെ പടി ആരെയായിരിക്കണം നമ്മൾ അനുസരിക്കേണ്ടത്? ദൈവമക്കൾ എന്ന പദവിക്കകത്ത് നിൽക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അനുസരിക്കേണ്ടത് ദൈവത്തെ ആയിരിക്കണം, അല്ലേ? ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ എന്തെല്ലാം ദോഷം വരും, അനുസരിച്ചാൽ എന്തെല്ലാം ഗുണം വരും. അതാണ് ആദ്യത്തെ തികവ്. ഇന്ന് രാത്രി അത് മാത്രം ഞാൻ പറഞ്ഞു നിർത്താം. ഒന്ന്, ദൈവത്തെ അനുസരിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ അത് ഏത് യാഗത്തെക്കാളും ശ്രേഷ്ഠമേറിയ യാഗമെന്ന് ഷൗമേൽ പഠിപ്പിക്കുന്നു, അല്ലേ? അനുസരിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്, സ്തോത്രം. വചനം അറിയാത്തവരുടെ സന്തോഷം കർത്താവിൽ. അപ്പോൾ ഒരു യാഗത്തെക്കാളും, പാസ്റ്റർക്ക് എല്ലാ മാസം കൊടുക്കുന്നതിനെക്കാട്ടും ദശാംശം കൂടുതൽ കൊടുത്താലും കുറച്ച് കൊടുത്താലും ദോഷം വരുമോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ദോഷം വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ, ദൈവത്തിൻ്റെ നിയമം വിട്ട് വ്യവസ്ഥ വിട്ട് പുറത്തു പോയാൽ, ആമേൻ, അതിനകത്ത് കിട്ടുന്ന അടി ഒരു ദൈവസഭയ്ക്ക്, ദൈവസഭ എന്ന വ്യക്തിക്ക് അത് വേദനാകരമായി തീരുമെന്ന് ഒരു സംശയമില്ല. തെളിയിക്കാമല്ലോ. ഒന്ന്, ഏദൻ തോട്ടത്തിലേക്ക് നോക്കണം. ദൈവം നല്ല ഭംഗിയിൽ എല്ലാം സൃഷ്ടിച്ചതിന് അനന്തരം മനുഷ്യനോട് പറഞ്ഞു, അനുസരിച്ചാൽ മാത്രം മതി. സ്തോത്രം. കണ്ടോ, സിമ്പിൾ കാര്യമാണ്. ദൈവം ഇവിടെ ഇരിക്കുന്ന ഒരു ദൂത് പറയാം, നിങ്ങളുടെ തടസ്സങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും മാറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, obey to the Lord. ദൈവത്തെ അനുസരിച്ചാൽ എത്ര വലിയ പൈശാചികനും വെല്ലുവിളികളും നിന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് വെല്ലുവിളിച്ചെന്ന് പറഞ്ഞാലും അനുസരിക്കുന്നവന്റെ മുൻപിൽ അവൻ ഒരു മണ്ഡലങ്ങൾക്കും വാതി കെട്ടി നിൽക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം നോക്കുന്നത് നീതിമാനെയാണ്. തെളിയിക്കണോ? സൊദോമും ഗൊമോറയിലേക്ക് നശിപ്പിക്കാൻ വേണ്ടി ദൂതന്മാർ പോകുമ്പോൾ അബ്രഹാം കയറുന്ന ഒറ്റ ചോദ്യം, ദൈവമേ, ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ നശിപ്പിക്കാതിരിക്കുമോ? കണ്ടോ, നീതിയുടെ ഭാഗമാണ് അനുസരണം. അനുസരിക്കാൻ തയ്യാറായാൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഒരു സംഹാരകനും കയറില്ല. സ്തോത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭാഗമുണ്ട്. ഈ ഭാഗം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു രീതിയിലും വിശ്വാസത്തിൽ വരാൻ സാധ്യതയില്ല. പാഗൻ കൾച്ചറിൽ വളർന്ന, ട്രൈബിൽ വളർന്ന സ്ത്രീയായ, വേശ്യ സ്ത്രീയായ, നമ്മുടെ ജഡ്ജിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്ന വേശ്യ സ്ത്രീ ഉണ്ടല്ലോ, ഞാൻ പേര് വിട്ടുപോയി, രാഘാബ് എന്ന് പറഞ്ഞ സ്ത്രീയെ നിങ്ങൾ ഒറ്റ വാക്ക് നോക്കിയേ. ഇത് പ്രിപ്പറേഷൻ ഉണ്ട്. ഇത് വന്നതിനകത്ത് ഓർമ്മയിൽ വരുന്ന സാധനത്തെ അങ്ങ് തരുക. സ്തോത്രം. എൻ്റെ പ്രിപ്പറേഷൻ എൻ്റെ കയ്യിൽ അടുക്കടുക്ക ഇത് ഇങ്ങനെ ഇരിപ്പുണ്ട്. സ്തോത്രം. അതിലേക്ക് നോക്കാൻ ദൈവാത്മാവിനെ അനുവദിക്കുന്നില്ല. ദൈവാത്മാവിനെ ഇങ്ങനെ കൊണ്ടുപോവുക. സ്തോത്രം. അപ്പോൾ എന്താ ദെബോറയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്, രാഘാബിന് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്? ജസ്റ്റ് ഒബേ ടു ദ ലോ. എന്തായിരുന്നു ലോ? രാഘാബേ, എങ്ങനെയാ നിനക്ക് രക്ഷ കിട്ടിയേ? രാഘാവ് പറയും, അല്ലയോ യജമാനനെ, എന്നോട് അടുക്കൽ വന്ന ദൂതന്മാർ സ്പൈസ് അവർ ശ്രേഷ്ഠന്മാരാണെന്ന് കണ്ടതുകൊണ്ട് അവരെ ഞാൻ വീട്ടിൽ കയറ്റി. എനിക്കറിയാം നിയമവ്യവസ്ഥ അനുസരിച്ച് എൻ്റെ തല പോകുന്ന വിഷയമാണ്. കണ്ടോ വിശ്വാസത്തിൻ്റെ കരുത്ത് കണ്ടോ? നമ്മളൊക്കെ വിശ്വാസം കൊണ്ട് എത്ര കരുത്താണ് കാണിക്കുന്നത്. രാഘാബ് കാണിച്ച കരുത്ത് ഇല്ലറയല്ല. ജെരീഹോ പട്ടണത്തെക്കുറിച്ച് പഠിക്കണം.
കനാനിൽ പല പട്ടണങ്ങളുണ്ടെങ്കിലും അതിൽ ശ്രേഷ്ഠതയുള്ളൊരു പട്ടണമാണ് ജെരീഹോ പട്ടണം. വേറെ ഏതെങ്കിലും പട്ടണത്തെക്കുറിച്ച് ഇങ്ങനെ മതിൽ പണിതായിട്ട് ഇത് എഴുതിയിട്ടുണ്ടോ? എത്ര അടി വീതിയിലാണ്? 15 feet, 15 അടി വീതിയിൽ മതിൽ പണിതേക്കുന്ന ഒരു പട്ടണം. അപ്പം ഫിനാൻഷ്യലി സ്ട്രോങ്, സൈനിക ബലത്തിൽ സ്ട്രോങ്, രാജകീയ ഭരണത്തിൽ സ്ട്രോങ്. ഇത്രയും മേലെ നിൽക്കുന്ന ഒരു പട്ടണത്തിനകത്തൊരു സ്ത്രീ പറയുകയാ, ഈ 2 ഒറ്റുകാരെ കണ്ടിട്ട് പറയുക, നിങ്ങളുടെ ദൈവത്തിന് എൻ്റെ പട്ടണത്തെ നശിപ്പിക്കാൻ കഴിയുമെന്നുള്ള സത്യം എനിക്കറിയാം. ആമേൻ. എൻ്റെ പട്ടണത്തിൻ്റെ ബലത്തെക്കാൾ വലുതാണ് നിങ്ങളുടെ ദൈവം. ഞാൻ അറിയുന്നു. പണ്ട് ചെങ്കടൽ കടക്കാൻ നിങ്ങളുടെ മുമ്പിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ അവൻ മനുഷ്യന് അസാധ്യമായിരുന്ന മേഖലയെ ദൈവം സാധ്യമാക്കി കൊടുത്തത് ഞാൻ അറിഞ്ഞു. ജീസസ്. ചില്ലറ കാര്യമല്ല രാഹാവ് പറഞ്ഞത്. ഇന്നത്തെ പെന്തക്കോസിലെ കുഞ്ഞുങ്ങൾക്കറിയത്തില്ല. രാഹാവ് പാഗൻ സമുദായത്തിൽ, പാഗൻ ട്രൈബിൽ വളരുന്ന വേശ്യാ സ്ത്രീ പറയുകയാ, പറഞ്ഞ പദം കേട്ടോ, നിങ്ങളുടെ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമായിരുന്നു, സാധ്യമായൊരു കാര്യമായിരുന്നു ചെങ്കടലിൽ വിഭാഗിച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മെനി ഗോഡ്സ് ഉണ്ട്, മെനി ദൈവ വിശ്വാസങ്ങളും മെനി ദേവതകളും ദേവന്മാരുമുണ്ട്. അവർക്ക് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ദൈവത്തിന് പറ്റും. കണ്ടോ, ഈ കരുത്തുള്ള വിശ്വാസം പ്രഖ്യാപിച്ച രാഹാവ് പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ പിടിച്ചടക്കി നശിപ്പിച്ച് തീയിട്ട് കളയാൻ വരുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും കൂടെ ഒന്ന് രക്ഷിച്ചേക്കണം. ഇനി ഒരു ദൂതും കൂടെ പറയാം. ഒരാൾ മുഖാന്തരം ആ കുടുംബം രക്ഷിക്കപ്പെട്ടു. ഒറ്റയാള്. ഇന്ന് രാത്രി ദൂത് പറയാം, കുടുംബത്തിന് ഒറ്റയ്ക്ക് വിശ്വാസത്തെ വന്നിട്ടുള്ളൂ. നീതിയോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, അവൻ കൂടെയുള്ളവർ എത്ര നിങ്ങളെ പഴിച്ചാലും കുറ്റം പറഞ്ഞാലും വിശ്വാസത്തിന്റെ കരുത്ത് ഹൃദയത്തിനകത്തും ആത്മബലത്തിലും ഉണ്ടെങ്കിൽ അവൻ ഏതവനെയും വിശ്വാസത്തിനകത്ത് കൊണ്ടുവരാൻ ദൈവം നിന്റെ കണ്ണുനീരിനെ ആദരിക്കുമെന്നതിന് ഒരു സംശയവുമില്ല. അതിന് തെളിവുണ്ടോ? ഇനിയും തെളിവുണ്ട്. ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇയ്യോബിനോട് നോക്കണം. ഇയ്യോബേ, ആരെക്കുറിച്ചാണ് വേദപുസ്തകം പ്രസ്താവിച്ചിരിക്കുന്നത്? 4 ക്വാളിറ്റി ഇയ്യോബിനെ കുറിച്ച്. നേരുള്ളവൻ, ദോഷം വിട്ടാക്കുന്നവൻ, പറ, ദൈവഭക്തൻ, നിഷ്കളങ്കൻ. ഇതൊക്കെ പഠിക്കേണ്ട പദങ്ങളാണ് കേട്ടോ. നിഷ്കളങ്കൻ എന്ന പദത്തെ പഠിക്കണം. ഹീബ്രു വേർഡ്സിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം അതിനെ. പോട്ടെ, ഞാൻ പറയുന്നില്ല. ഈ മനുഷ്യന്റെ ഭക്തി അവന്റെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടി. ഇന്ന് രാത്രി ബലം കിട്ടുന്നുണ്ടോ? ഒറ്റയ്ക്ക് വിശ്വാസം നിൽക്കുന്നത് കൊണ്ട് വളരെ കഷ്ടതയാ പാസ്റ്ററെ. ഭയങ്കര പാടാ. ഹസ്ബൻഡ് ഒന്നെങ്കിൽ വേറെ തിരിഞ്ഞ്, അല്ലെങ്കിൽ മക്കൾ വേറെ വഴിക്ക്, അല്ലെങ്കിൽ അമ്മായപ്പനും അമ്മായിമ്മയും, അല്ലെങ്കിൽ അവരൊക്കെ വേറെ വഴിക്ക്. ഭയങ്കര പോരാട്ടമാ. സാരമില്ല, വിശ്വസ്തയോട് ഒറ്റയ്ക്കാണോ നിൽക്കുന്നത്? നിന്റെ കണ്ണുനീര് ആമേൻ ആ ദേശത്ത് വീണിട്ടുണ്ടെങ്കിൽ, ആ ഭവനത്തിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ, ആ കണ്ണുനീരിനെ ആദരിക്കുമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാകൊണ്ട്, അവൻ നീതിമാനാകൊണ്ട് അവൻ ആദരിക്കുമെന്ന് പറയുന്നതിൽ എനിക്കൊരു ലജ്ജയുമില്ല. ജീസസ്. യോബിനോട് ചോദിക്കണം, യോബിന്റെ ഭാര്യയുടെ പദം എന്തായിരുന്നു പാസ്റ്ററെ? അല്ലേ? അവിടെ അറിയാം, അവിടെ വിശ്വാസം. പോയി ചാക മനുഷ്യ. നിനക്ക് ഇത്രയും കഷ്ടതകളും ദുരിതങ്ങളും വന്നിട്ട് വിശ്വാസം ഇപ്പോഴും മുറുകെ പിടിച്ചോണ്ടിരിക്കുന്ന മനുഷ്യ, പോയി ചാക്. അപ്പം മനസ്സിലായില്ലേ എന്തോ ഭക്തിയായിരുന്നുവെന്ന് ഭാര്യയുടെ. സ്തോത്രം. വിഷമം പറയാൻ പറ്റത്തില്ല. കാര്യം മക്കൾ പട്ടുപോയി, ഉണ്ടായിരുന്ന സമ്പത്തും പട്ടുപോയി. ആരാ പിന്നെ അങ്ങനെ പറയാതിരിക്കുന്നത്? അതാണ് വിശ്വാസത്തിൻ്റെ പക്വത, അറിഞ്ഞ സത്യത്തിൻ്റെ പക്വത, ഉറപ്പുള്ള വിശ്വാസം. ഭൂമി എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ലോകത്ത് ഉണ്ടായെന്ന് വന്നാലും എൻ്റെ വിശ്വാസം എന്നെ പഠിപ്പിക്കുന്നു, ഹി ഈസ് ദ ഓൺലി ഗോഡ്. അവൻ മാത്രമാ ആരാധ്യൻ, അവൻ മാത്രമാ ശ്രേഷ്ഠ ദൈവം. ആമേൻ. അതിനകത്ത് അടിയുറപ്പുണ്ടെങ്കിൽ നമ്മെ കരുതാൻ, പുലർത്താൻ, നടത്താൻ ദൈവം വിശ്വസിക്കും. ഞാൻ 22-ാമത്തെ വയസ്സ് വേലയ്ക്കിറങ്ങിയ സുവിശേഷ വേലയ്ക്ക്. ഇപ്പോഴും ഞാൻ പറയാം, വീടില്ല, 2 പെങ്ങന്മാരുണ്ടായിരുന്നു. 22-ാമത്തെ വയസ്സ് കർത്താവിനെ വിളിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ച ചോദ്യം, കർത്താവേ, റെസ്പോൺസിബിലിറ്റി ഇഷ്ടം പോലെ, അപ്പനെ നോക്കണം, 2 പെങ്ങന്മാരുണ്ട്, എന്താ ചെയ്യണ്ടേ?
അന്ന് പ്രാർത്ഥനാ മുറി കയറി നെടുമ്പാട് വീണ് കരയുമ്പോൾ കർത്താവിനോട് പറഞ്ഞു ഒറ്റ കാര്യമുള്ളൂ, നിന്റെ സകല ഭാരവും എൻ്റെ മേൽ വെച്ചു കൊടുക്കുക. എൻ്റെ പ്രസംഗം ഞാൻ എടുത്ത വിഷയമായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ ഞാൻ പോയിട്ടില്ല. സ്തോത്രം. എടുത്ത വിഷയത്തെ നല്ല രീതിയിൽ ക്രമീകരിച്ച് നിർത്തിയിട്ടേ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് രാത്രിയിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരെയും തൊട്ടിട്ടുണ്ട്, ഓരോരുത്തർക്കും വേണ്ട തന്നിട്ടുണ്ട്. 5 അപ്പമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ 5000 പേർക്കങ്ങ് തികച്ചു. 5 അപ്പം കൊണ്ട് 5000 പേരെ നിറയ്ക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയിലെ ചുരുക്കം നിമിഷം ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരെ തൊട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ആസ് എ പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, പ്രാർത്ഥനയിൽ കുറഞ്ഞ അമ്മേ എന്നോട് ദൈവാത്മാ പറയുന്നു, ഭവനത്തിനകത്ത് പ്രാർത്ഥനയിൽ പോരാടിക്കോണം, പ്രാർത്ഥനയിൽ പോരാടിക്കോണം. അതെ, പ്രാർത്ഥിച്ചോണം. അമ്മമ്മയുടെ പ്രാർത്ഥന വളരെ ശ്രേഷ്ഠമാണ്. ഇന്ന് കരയുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും അളന്ന് ദൈവത്തിൻ്റെ മഹത്വം ഭവനത്തിനകത്ത് വെളിപ്പെടും. സത്യം, ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുകയാണ്. ആമേൻ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും ആവലാതിപ്പെടേണ്ട. ദൈവത്തിനറിയാം നന്മയ്ക്കായി ചെയ്യാൻ, ദൈവത്തിനറിയാം കാര്യങ്ങളെ ക്രമീകരിക്കാൻ. എന്തെല്ലാം വിഷയങ്ങളിൽ ആമേൻ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. നിരാശപ്പെടേണ്ട. ദൈവത്തിന് പറയുന്നു നിരാശപ്പെടേണ്ട, നിരാശപ്പെടുകയേ വേണ്ട. ദൈവം അറിയുന്നു, സകലതും അറിയുന്നു. എത്രത്തോളം ശാപമാണെന്ന് പലരും പറയുമായിരിക്കാം, അല്ലെങ്കിൽ അവൻ പോരാട്ടമാണെന്ന് പലരും പറയാതിരിക്കാം. ഇയ്യോബിന് പോരാട്ടമല്ലേ ഉണ്ടായത്? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പരിശോധന നിമിത്തം പ്രയാസപ്പെടേണ്ട, ദൈവം നന്മയ്ക്കായി അതിനകത്ത് ചെയ്യും, നന്മയ്ക്കായി ഇതിനകത്ത് ചെയ്യും. അതിനകത്ത് കുടികൊത്തിക്കൊള്ളുന്ന പാരമ്പര്യ മണ്ഡലങ്ങളെ അതിന്റെ അടിവേരിനെ ഇളക്കി ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാ. അതുകൊണ്ട് നിരാശരാകണ്ട അമ്മാമ്മ, നിരാശരാകണ്ട അമ്മ. ശരീരത്തിൽ ബലഹീനത ഉണ്ടായിരിക്കും, ഉപവസിക്കാൻ ബലഹീനത ഉണ്ടായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അമ്മ, നടപ്പിലും നിപ്പിലും എല്ലാം പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഭവനത്തിനകത്ത് അമ്മ ചില അടിവേരുകളെ പിഴുതു മാറ്റിക്കളഞ്ഞ് അതിനകത്ത് ശൂന്യതകളെ മാറ്റി ദൈവം ഒരു വിശാലത വരുത്തുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പ്രിയ അമ്മച്ചിയോട് ദൂത് പറയുകയാ. ഞാൻ ഇന്ന് രാത്രിയിൽ അമ്മച്ചിയോട് വ്യക്തമായി എന്നോട് ദൈവം വലിയൊരു ഭാരം, ഒരു കല്ല് ചുമ്മിക്കൊണ്ട് നടക്കുന്ന പോലെ നടക്കും ദൈവം പറയുന്നത്. ദൈവം അത് വഹിക്കുന്നു, ദൈവം അത് വഹിക്കുന്നു. ശരീരത്തിൽ ഒത്തിരി ക്ലേശങ്ങളുണ്ട്, ഒത്തിരി രോഗങ്ങളുണ്ട്. പ്രയാസപ്പെടേണ്ട. ഇത്രയും നാളും കരഞ്ഞു, ആരും കേട്ടില്ലേ, ആരും കണ്ടില്ലേ, അതൊന്നും ഓർത്ത് നിരാശപ്പെടേണ്ട. നമ്മുടെ ദൈവം വിശ്വസ്തൻ തന്നെ, നമ്മുടെ ദൈവം മതിയായവൻ തന്നെ. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമിടുന്നു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.